അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു. നാം സക്കാത്ത് ശേഖരിക്കുമ്പോൾ ചില പള്ളികളിൽ അല്ലെങ്കിൽ ചില സക്കാത്ത് സെല്ലുകളിൽ ധാരാളം സംഖ്യ കിട്ടി എന്ന് വന്നേക്കും. ചിലക്ക് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. നാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. സമ്പന്നന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ച പോലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. അവരുടെ പ്രശ്നം എന്താണ്? വീടില്ലാത്തതാണോ, അല്ലെങ്കിൽ വീടിൻ്റെ പുനർനിർമ്മാണമാണോ? അതിനൊരു പക്ഷേ ലക്ഷങ്ങൾ വേണ്ടി വരും. എന്നാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഒരു 10,000 ഉണ്ടാവുകയുള്ളൂ എങ്കിൽ ഒരു 10,000 നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാം. അത് കൊടുക്കുന്നതിന് മുമ്പ് നാട്ടിലുള്ള സമ്പന്നന്മാരായ ആളുകളെയും നമ്മുടെ സുഹൃത്തുക്കളെയും കണ്ടെത്തി സക്കാത്ത് കമ്മിറ്റിയിൽ നിന്നൊരു 10,000 അദ്ദേഹത്തിൻ്റെ വീടിന് വേണ്ടി ഞങ്ങൾക്ക് അതേ തരാൻ കഴിയൂ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് പൂർത്തിയാക്കാൻ എന്തെങ്കിലും ഒരു സഹായം തരണം. അത് വസ്തുക്കളായി തന്നാൽ മതി. സിമൻ്റായിട്ടോ കല്ലായിട്ടോ അല്ലെങ്കിൽ കമ്പിയായിട്ടോ പണിക്കൂലിയായിട്ടോ തന്നാൽ മതി. അങ്ങനെ നമ്മുടെ 10,000 നമ്മുടെ സക്കാത്ത് കമ്മിറ്റിയുടെ ശ്രമഫലമായി അദ്ദേഹത്തിൻ്റെ ഒരു വീട് പണി പൂർത്തിയാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. പഞ്ചായത്തിൽ നിന്ന് വേറെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി നമുക്ക് സാധിക്കും. നമ്മളതിനു വേണ്ടി ഒരു നല്ല ശ്രമം നടത്തിയാൽ, അങ്ങനെ ഓരോ വർഷവും നമ്മുടെ ശാഖയിൽ നമ്മുടെ പള്ളി കേന്ദ്രമാക്കി ഒരു പ്രൊജക്റ്റ്, അത് വീടാവട്ടെ, ഒരാളുടെ ചികിത്സയാവട്ടെ, അടിയന്തര സഹായമാവട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ തൊഴിലുപകരണങ്ങളാവട്ടെ, തൊഴിൽ ചെയ്യാനുള്ള ആയുധങ്ങളാവട്ടെ, എന്താണെങ്കിലും ഒരു പ്രൊജക്റ്റെങ്കിലും കൃത്യമായി നടപ്പിലാക്കി അടുത്ത വർഷം അദ്ദേഹത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഓരോ ശാഖയും ശ്രമിക്കുക. നമ്മൾ പാവങ്ങളാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം എന്നാണ്. പാവങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്തിൻ്റെ സംഖ്യ പല രൂപത്തിൽ ചിന്നിച്ചിതറിപ്പോകുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അത് പാടില്ല. പാവങ്ങൾക്കാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. പട്ടിണിപ്പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ സക്കാത്ത് ഉപയോഗപ്പെടുത്തുക. അത് ഏതെങ്കിലും തരത്തിലുള്ള കൊടുത്തു തീർത്താൽ പോരാ, അത് സ്ഥാനത്തെത്തുന്നുണ്ട്, ഉപയോഗത്തിലെത്തുന്നുണ്ട് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ഓരോ വർഷവും ചെയ്യുന്ന സക്കാത്തിൻ്റെ തന്നവരുടെ കണക്കും അത് കൊടുത്തവരുടെ കണക്കും അവരുടെ പേര് പ്രസിദ്ധീകരിക്കരുത്. നാം കൃത്യമായി രേഖപ്പെടുത്തി ഈ വർഷം ഇത്ര ആളിൽ നിന്ന് ഇത്ര ഉറുപ്പിക കിട്ടി, ഇത്ര ആളുകൾക്ക് ഇന്ന കാര്യങ്ങളിൽ ചെലവഴിച്ചു, അത് നമ്മൾ നമ്മുടെ ശാഖയിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ എല്ലാവരും കാണത്തക്കെ അത് പ്രസിദ്ധീകരിക്കുകയും അടുത്ത വർഷം അത് വെച്ചുകൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു ഈ വിശുദ്ധ മാസത്തിൽ എല്ലാ ഫർളായ കാര്യങ്ങളും ചെയ്ത് സായുജ്യമടയുന്നവരുടെ കൂട്ടത്തിൽ സക്കാത്തിൻ്റെ കാര്യവും നമ്മൾ നിർവഹിച്ച് നമ്മളെക്കൊണ്ടാവുന്നത് ചെയ്ത് നമ്മൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെട്ടവരാവാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.